ഹലോ, സബീന കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഓട്ടട ഉണ്ടാക്കിയാലോ? ഗോതമ്പ് മാവ് വെച്ച ഓട്ടട. നമുക്ക് മത്സ്യനല്ല, കല്ലിൽ ചുട്ടെടുക്കുന്ന ഓട്ടട. അതിന് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ തിരുമാൻ പോവുകയാണ്. ഒരു മുറി വേണ്ട, നമുക്കിവിടെ കുറച്ച് മതി. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. എന്തെന്തായാലും ഞാനിന്ന് വീഡിയോ ഇടാൻ പോവുകയാണ്. നമുക്ക് തേങ്ങ തിരുമാം. ഞാൻ തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. ഇത്രയും തേങ്ങ മതി. 3 അടയും ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും ചായ ഇട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇതുവരെ കുടിച്ചില്ല. 4 മണിയാകുമ്പോൾ ചായ കുടിക്കുന്ന ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ചായ ഇട്ടെ. എല്ലാവരും ഉള്ളപ്പോൾ 4 മണിയാകുമ്പോൾ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിക്കുന്നതാണ് എല്ലാവരുടെ ഇരുന്ന്. പിന്നെ ഇനി നമുക്ക് ശർക്കര ചീവിയിടണം. ഞാൻ ശർക്കര എടുത്തോണ്ട് വരട്ടെ. ശർക്കര എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് നല്ലതായിട്ട് ചീവിയിടണം. എന്നിട്ട് ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ച് തേങ്ങയുടെ കൂടെ ഇടണം. ശർക്കര ചീവിയിടാം. ശർക്കരയൊക്കെ ചീവിയിട്ട് ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് മധുരമൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മധുരമൊക്കെ കുറച്ച് മതി. ഇവിടെയൊക്കെ നല്ല മഴ വരുന്നു. ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച മാവുള്ളതുണ്ട്. ആ മാവ് തന്നെ എടുത്ത് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. തോനെ എന്തുവാ, ഒരു 4 എണ്ണം. വേണ്ട, ചപ്പാത്തി കുഴച്ച് വെച്ച മാവാണ്. ഇന്ന് നമുക്ക് ചപ്പാത്തി വേണ്ട. അതുകൊണ്ട് ആ മാവ് ഇച്ചിരി കൂടെ ലൂസാക്കിയിട്ട് ഞാനത് ഇലയപ്പം ഉണ്ടാക്കും. ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് ഇത് ലൂസ് വേണം. ഇവിടെ കുഴയ്ക്കുക. ഇത്തിരി ഇവിടെ ലൂസാക്കിയിട്ടുണ്ട്. ഞാനിത് 3 ഉരുളയാക്കുന്നുണ്ട്. 3 ഉരുളയാക്കിയിട്ട് 3 അല്ല 4 എണ്ണം ആക്കണം. 4 ഇലയിലായിട്ട് പരത്തി ഉണ്ടാക്കാം. എന്തുമല്ല, വലുസൻ ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം, വേറെന്താ പൂരി ഉണ്ടാക്കാം, എന്താ വേണേലും ഉണ്ടാക്കാൻ പോകുന്നത്. ഇലയിൽ പരത്തി വെക്കാം. ഇടയ്ക്ക് ചായയൊക്കെ തണുത്ത് പോകുന്നുണ്ട്. ചായയുടെ ചൂടെല്ലാം പോയി. കനം കുറച്ച് നൈസായിട്ടാണ് ഞാനത് പരത്തിയത്. ഇനി നമുക്കതിനകത്ത് തേങ്ങയും ശർക്കരയും വയ്ക്കാം. എന്നിട്ട് മടക്കിയെടുക്കാവേ. വേറെ ഒന്നും വീഡിയോ ഇടാനില്ല. ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ലോണം അമിരി കൊടുത്തിട്ട് അടുത്തത് പരത്താം.
ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ തൊട്ടില്ലെങ്കിലേ ഒട്ടിപ്പിടിക്കും. എല്ലാവരുടെയും കൈ ഒട്ടുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കൈ ഒട്ടിപ്പിടിക്കും. കറണ്ട് വന്നു. രണ്ടെണ്ണം റെഡിയാക്കി. നാലെണ്ണം ഓക്കെ. ഇനി നമുക്ക് പോയി കല്ലടുപ്പിൽ വെച്ചിട്ട് വരാം. 4 ഇലയപ്പം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദോശക്കല്ല്. വലിയ ദോശക്കല്ലാണ്. ഗ്യാസ് കത്തിച്ച് ദോശക്കല്ലെടുത്ത് വച്ച് ഇനി ആ ദോശക്കല്ല് ചൂടാകുമ്പോൾ നമ്മുടെ ഇലയപ്പം എടുത്ത് അതിനകത്ത് കൊണ്ടുവന്ന് അടുക്കി അടുക്കി വെച്ചിട്ട് അടച്ച് വെക്കണം. പൊന്നിട്ട പെട്ടകം പൊട്ടല്ലേ അത് തന്നതെനിക്ക് മുത്തല്ലേ കണ്ണി കണ്ണായി വന്നില്ലേ കണ്ണി നീലാവിൻ വിളക്കല്ലേ കണി കാണാം. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇനി പറക്കി അടുക്കാം. 1 2 3 4 വയ്ക്കാൻ പറ്റത്തില്ല, 2 വെക്കാൻ പറ്റും. തൊണ്ടയിലൊരു കരകരപ്പ്. ഇത് നമുക്കിതൊരു അടപ്പിട്ട് അടച്ച് വെക്കണം. അടപ്പ് വെച്ച് അടച്ച് വെക്കുമ്പോൾ അത് പൊള്ളി വരുമ്പോൾ നമുക്ക് മറിച്ചിടണം. നമ്മുടെ ഇലയപ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് രണ്ടാമത്തെ സൈഡും വേവിക്കണം. ഇതാണ് ഓട്ടട. നമ്മൾ ഇഡലി പാത്രത്തിനകത്ത് വെച്ച് പുഴുങ്ങുമ്പോൾ അതിൻ്റെ പേര് വലുസൈ. കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ ഓട്ടട. അപ്പോൾ ഇല കരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടച്ച് വെക്കുമ്പോൾ 2 സൈഡും വേവും ആവി കൊണ്ട്. ഇപ്പോൾ മറ്റേ സൈഡും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് ഇളക്കി പാത്രത്തിലിട്ട് അടച്ച് വെക്കണം. ഇതിനകത്ത് പാത്രത്തിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമെല്ലാം തുടച്ചിട്ട് അതിനകത്തിട്ട് അടച്ച് വെച്ചാൽ അവിടെ ഇരിക്കും. നമുക്കിത് ഇലയിൽ ഇളക്കാം. വെന്തിട്ടുണ്ടേ കണ്ടോ? കണ്ടില്ലേ? ഇതുപോലെ ഇരിക്കും ഇലയപ്പം. സോറി, താഴെ പോയി. ഇലയിൽ ഇളക്കിയിട്ട് ഒന്ന് കല്ലിൽ ഇട്ടിട്ട് എടുത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ വെന്തു.
ഇനി ബാക്കിയുള്ള 2 കൂടി നമുക്കിതുപോലെ അടുക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. ലാസ്റ്റ് ഇലയപ്പമാണ് തീർന്നേ. ഇവിടുത്തെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇലയപ്പം കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ഓർഡർ ഉണ്ടാക്കുക, കഴിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഹായ്.